ഒരു മുറിയിൽ അമ്മയും മക്കളും കഴിയുന്നു, വേറൊരു മുറിയിൽ അപ്പൻ കഴിയാണ്. ഇവർ ഈ ഭാര്യയും ഭർത്താവും തമ്മിൽ വലിയ ഇഷ്യൂസ് ഒന്നുമില്ല, എന്നാൽ അവർ തമ്മിൽ ഒരു സ്മൂത്ത് ലൈഫ് അല്ല. ഇങ്ങനെ പോവുകയാണ്. ഇവർ രാവിലെ ഡ്യൂട്ടിക്ക് എടുത്തിട്ട് പോയി. ആ മനുഷ്യന് മുറിയിലുണ്ടോ എന്ന് പോലും അവർ ശ്രദ്ധിച്ചില്ല. ഇപ്പോൾ ഫുഡൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, അവരങ്ങ് പോയി. മക്കളും റെഡിയായി പോയി. കുറേ കഴിഞ്ഞൊരു ഉച്ചയൊക്കെ ആയപ്പം ഇയാളുടെ ഒരു കൂട്ടുകാരന് ഇവരെ വിളിക്കുന്നു. ആ മനുഷ്യൻ എന്ത് അല്ലെങ്കിൽ അയാൾ എന്താ ഓഫീസിൽ വരാഞ്ഞെന്ന് ചോദിച്ചിട്ട്. അപ്പോൾ ഇവർക്കൊരു സംശയം. ഇവരുടനെ ഇയാളെ വിളിച്ചപ്പം ഇയാൾ ഫോൺ എടുക്കുന്നില്ല. ഇവർ പെട്ടെന്ന് തന്നെ വേറൊരു വണ്ടി വിളിച്ച് വീട്ടിൽ വന്ന് നോക്കുമ്പോൾ ആ മനുഷ്യൻ മരിച്ചു കിടക്കുകയാണ്. രാത്രിയിൽ എപ്പോഴോ പറ്റിയ ഒരു കാർഡിയാക് അറസ്റ്റാണ്. പിന്നെ അയാളുടെ അടക്കവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞങ്ങ് പോയി. ഞാൻ പറഞ്ഞു വന്നത്, ആ സ്ത്രീക്ക് ഭയങ്കര വിഷമമുണ്ടായി. ഞാൻ ഈ ഒരു വിഷയം മാത്രമല്ല, ഞാൻ പറഞ്ഞു നമ്മളൊരു കുടുംബ ജീവിതത്തിൽ എത്ര സമയം നമ്മൾ പരസ്പരം കൂടെ ഉണ്ടാകുമെന്ന് നമുക്ക് ഒരിക്കലും ഒരു ഉറപ്പ് പറയാൻ പറ്റത്തില്ല. ആ ഉള്ള സമയത്ത് നിങ്ങൾ ഒരുമിച്ച് കഴിയാനുള്ള ഒരു ശ്രമം നടത്തണം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ മാനസികമായി അകന്നകന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഭയങ്കര സന്തോഷമായിട്ടിരുന്ന് എല്ലാ ആൾക്കാരും, ബന്ധുക്കളും, വീട്ടുകാരും അല്ലെ കൊച്ചുങ്ങളും വീട്ടിൽ നിന്ന് പോയി കഴിയുമ്പം രണ്ടുപേരിങ്ങനെ മൗനമായി ഇരിക്കുന്ന ഒരു അവസ്ഥയെപ്പറ്റി ഒന്ന് ആലോചിക്കും. എത്ര കാലം നിങ്ങളിങ്ങനെ ഇരിക്കും? ഭയങ്കര ബുദ്ധിമുട്ടാണ്. അത് പല രീതിയിൽ ഞാൻ പല ഫാമിലി കണ്ടുള്ളതുകൊണ്ട് പറയുന്ന, ചില ഫാമിലിയിലൊക്കെ നമ്മൾ ചെല്ലുമ്പോൾ മാത്രമേ ആ വീട്ടിൽ സംസാരമുള്ളൂ. അത് കഴിയുമ്പോൾ പിന്നെ ഫുൾ മൗനമാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും ഭാര്യയ്ക്കും ഭർത്താവിനും